ഫ്രണ്ട്സ് ISROയുടെ അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷനൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളുണ്ട്. അതായത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റും വിളിച്ചിട്ടുണ്ട്, ദെൻ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഉയർന്ന പോസ്റ്റിലേക്ക് എന്താണ് പ്രൊമോഷനുള്ള സാധ്യതയുള്ള പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം സാലറിയും നല്ല അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങുക അതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമാക്കി തരാം. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ PYQs ഒക്കെ നിങ്ങൾക്ക് തരാം, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തോ ഒന്നും കാണണ്ട, വിശദമായിട്ട് കണ്ടതിന് ശേഷം നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസിലേക്കും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങളിലേക്കും വരുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നൊരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ പഠിക്കാൻ താല്പര്യമുള്ളവരോ ഇനി നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരോ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ കോഴ്സ് ഫീയിൽ നിങ്ങൾക്ക് എന്താണ് കോച്ചിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ GOID UPSC കേരള തന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫാക്കൽറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ മെയിൻ എക്സാമിനേഷനിൽ എഴുതിയവരും എന്നാൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തവരും ഒക്കെയാണ് ഇതിലെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ കേരളത്തിലെ നമ്പർ 1 IAS അക്കാദമി ആയിട്ടുള്ള ഫോർച്യൂൺ IAS അക്കാദമിയിൽ പഠിച്ചവരാണ് നിങ്ങൾക്ക് കോച്ചിങ് നൽകുന്നത് എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന വെറും 500 രൂപ നിങ്ങൾ മന്ത്ലി നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. ഈ 500 രൂപയ്ക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും പ്രോപ്പറായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറും 500 രൂപയ്ക്ക് എന്തുകൊണ്ട് ഇവർ ഈ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നു വെച്ചാൽ ഇവരുടെ എയിം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെയൊക്കെ എന്ത് ചെയ്യുക, ഇത്തരം കോച്ചിങ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു സർവീസ് ആയിട്ട് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു നമ്പർ ഇവിടെ കാണിക്കാൻ, ജസ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ. ഇനി അതല്ല അവരുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് GOID UPSC എന്ന് അടിച്ചു കൊടുത്താൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. അങ്ങനെയും ഇപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ്, ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി 8075080463. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്പർ 8075080463. ഈ നമ്പറിൽ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇനി അത് മാത്രമല്ല നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഇപ്പോൾ ഏകദേശം 300+ സ്റ്റുഡൻസ് ഇതിൽ ഓൾറെഡി എൻറോൾ ചെയ്തിട്ടുണ്ട് കോച്ചിങ്ങിൽ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അതിൽ ഓൾറെഡി ജോയിൻ ചെയ്തിരിക്കുന്നവരോട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇതിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ 500 റുപ്പീസ് എന്ന് പറയുന്നത് നിങ്ങൾ നിസ്സാരമായിട്ട് കാണാൻ നല്ലൊരു സ്കീമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയോ ഇനി അതല്ലേ ഇവരുടെ ഇൻസ്റ്റാഗ്രാം GOID UPSC കേരളയിൽ നിങ്ങൾക്ക് കയറിയിട്ട് അങ്ങനെ ഡയറക്റ്റ് അവരോട് മെസ്സേജ് അയച്ചാൽ അവർ റിപ്ലൈ തരുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഇവരുടെ ഗ്രൂപ്പിലും എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിലുള്ള റിസർച്ച് യൂണിറ്റായുള്ള നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്കാണ് നിലവിൽ വാക്കൻസി കൂടുതൽ വന്നിരിക്കുന്നത്. പിന്നെ മറ്റ് യൂണിറ്റിലേക്കുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും അഡ്വർടൈസ്മെൻറ്റ് നമ്പർ VSSC 335, ഡേറ്റ് 31/5/2025. നമ്മൾ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് 31 ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 2 കാറ്റഗറി പോസ്റ്റാണ് കാണാം. പോസ്റ്റ് ആൻഡ് പേ ലെവലിലൂടെ കാണാൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 44,900 മുതൽ 1,42,400 അതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് വേറെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഉണ്ടായി ഞാൻ പറയാം. അതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം പോസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കോഡാണ് കേട്ടോ അത് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇലക്ട്രോണിക്സ് വിളിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക്സിൽ 27 വേക്കൻസിയാണ്. ദെൻ മെക്കാനിക്കൽ വിളിച്ചിട്ടുണ്ട് 27 വേക്കൻസി. ദെൻ കമ്പ്യൂട്ടർ സയൻസ് 4 വേക്കൻസി. ദെൻ കെമിക്കലിൽ നിങ്ങൾക്ക് 8 വേക്കൻസി. പിന്നെ നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ 1 വേക്കൻസി. സിവിലിൽ നിങ്ങൾക്ക് 1 വേക്കൻസി. പിന്നെ റെഫ്രിജറേഷൻ ആൻഡ് AC നിങ്ങൾക്ക് 1 വേക്കൻസി. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടെ 1 വേക്കൻസി എന്നൊക്കെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. ഇതൊക്കെ ജനറൽ വേക്കൻസിയാണ്, ഏത് കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന R&AC മാത്രം ജനറൽ വേക്കൻസി ഇല്ല, അത് OBCക്ക് മാത്രം റിസർവ്ഡ് വേക്കൻസിയാണ്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഇവിടെ റിസർവ്ഡ് വേക്കൻസി ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇവിടെ ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. ജനറൽ വേക്കൻസി ഏത് കാറ്റഗറിക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ PWDന് സ്യൂട്ടബിൾ ആയുള്ള വേക്കൻസി അവർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ എന്താണ് വേക്കൻസി കുറവാണെന്നൊന്നും വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ തന്നെ വരുള്ളൂ. നമുക്ക് എന്താണ് ഓരോ വർഷം കൂടുമ്പോൾ ഒക്കെ ഇത്തരത്തിൽ വേക്കൻസി നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. ISROയുടെ വിവിധ യൂണിറ്റിലേക്കായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾ പഠിച്ചാൽ ഇനിയിപ്പോൾ അടുത്ത ഇപ്പോൾ VSSCയിലാണ് കൂടുതൽ വേക്കൻസി കൂടെ കാണാൻ പറ്റും. അതുപോലെ മറ്റു ഇതിൻ്റെ റിസർച്ച് സെൻറ്റർ റിസർച്ച് യൂണിറ്റിലേക്ക് ഇതേപോലെ വരും, ഇതേ പോസ്റ്റുകൾ തന്നെ വരും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന പ്രിപ്പറേഷൻ തന്നെ മതി. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ
ഞാനിത് പല വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ അതിനനുസരിച്ച് അതിൻ്റെ PYQs ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അതിനൊക്കെ മനസ്സിലാക്കി അതിൻ്റെ എക്സാം സ്കീമൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 3 മാസം ഒക്കെയാണ് അതിൻ്റെ ഒരു ഏകദേശം ഡേറ്റ്. അതിൻ്റെ ഉള്ളിൽ തന്നെ എക്സാം ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിലാണ് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ അടുത്ത പോസ്റ്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ പേ ലെവൽ 44,900 മുതൽ 1,42,400 തന്നെയാണ്. പോസ്റ്റ് കോഡ് 1551 വരിക. ഇവിടെ ഫിസിക്സ് ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഫിസിക്സിൽ നിങ്ങൾക്ക് BSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. VSSCയിൽ ഒരു വേക്കൻസിയും പിന്നെ ADRNI. അപ്പോൾ ADRNI എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഡാറ്റ പ്രോസസ്സിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ തെലങ്കാനയിലാണ് കേട്ടോ. VSSC നമ്മുടെ തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ടും ജനറൽ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് ഏത് കാറ്റഗറി റിസർവ് വേക്കൻസിയിലായിട്ട് നിൽക്കേണ്ട, നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യാൻ ജനറൽ വേക്കൻസി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് നിങ്ങൾക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് 1552 കെമിസ്ട്രിയാണ് ഡിസിപ്ലിൻ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ആണ്. അതായത് കെമിസ്ട്രിയിൽ എന്താണ് ഫസ്റ്റ് ക്ലാസ് വഴി ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഒരു വേക്കൻസിയാണ്, ഒരു വേക്കൻസി ഉള്ളത് ജനറലാണ്. അപ്പോൾ വേക്കൻസി നമുക്ക് കൂടാനോ കുറയാനോ ഒക്കെ സാധ്യതയുണ്ട്. അത് നിങ്ങൾ നോക്കേ വേണ്ട, നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അടുത്ത് നിങ്ങൾക്ക് ലൈബ്രറി അസിസ്റ്റൻ്റ് ആണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പോസ്റ്റ് കോഡ് 1553 അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ആണ്, ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് ലൈബ്രറി സയൻസിലോ അല്ലെങ്കിൽ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസിലോ PG ഉണ്ടായിരിക്കുക, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക ഫസ്റ്റ് ക്ലാസ്സോട് ഡി എന്നുള്ളതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. അത് VSSCയിൽ ഒരു വേക്കൻസി, ഈ പറയുന്ന NESACയിൽ ഒരു വേക്കൻസി. NESAC എന്ന് പറഞ്ഞാൽ കൂടെ കാണാൻ നോർത്ത് ഈസ്റ്റേൺ സ്പേസ് അപ്ലിക്കേഷൻ സെൻ്ററാണ്, നമ്മുടെ മേഘാലയയിലാണ് ഇതുള്ളത്. അപ്പോൾ അവിടെയാണ് ആ ഒരു പോസ്റ്റിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിംഗ് സെൻറ്ററുകളാണ് കേട്ടോ. അത് ഈ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്ന അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക. വേക്കൻസി ആ ഒരു സെൻറ്റർ അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ആവുന്നത് 4/6/2025 മുതലാണ് കേട്ടോ. ക്ലോസിംഗ് ഡേറ്റ് 18 ജൂൺ 18 വരെ. കുറഞ്ഞ ദിവസമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇനി ഇതിലേക്ക് നമുക്ക് പ്രൊമോഷൻ സാധ്യത കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്. ഓക്കെ, ഇതിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 35 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിലേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് OBC റിസർവ് വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 38 വയസ്സ് വരെയും, SC/ST വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് 40 വയസ്സ് വരെയൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് പറഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രൊമോഷൻ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന സയൻറ്റിഫിക് ഓഫീസർ വരെ, അതായത് പേ ലെവൽ 13A വരെ എത്താൻ, അതായത് 1,31,100 മുതൽ 2,00,000 നിങ്ങൾക്ക് കാണാം 16,600 എന്ന് പറയുന്ന ഈ പേ സ്കെയിലിൽ വരെ എത്താനുള്ള പോസിബിലിറ്റി ഉള്ള പോസ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ കറക്റ്റ് ഫ്ലോ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാൻ പറ്റും. സയൻറ്റിഫിക് ഓർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ കയറിയിട്ട് 4 വർഷം കഴിഞ്ഞാൽ സീനിയർ സയൻറ്റിഫിക് ഓർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ മാറും. അതിൽ C അങ്ങനെ ഓരോ കാറ്റഗറി അങ്ങനെ വരും. പിന്നെ ഓഫീസർ ആകും. അങ്ങനെ നിങ്ങൾ ലാസ്റ്റ് ഈ പറയുന്ന SG എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് എത്തും. അത് ഇയർ വൈസ് നിങ്ങൾ അങ്ങനെ അനുസരിച്ച് നിങ്ങൾക്ക് പ്രൊമോഷൻ കയറി പോകാൻ പറ്റുന്ന പോസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ വിട്ട് കളയേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ OBC ആണെങ്കിൽ 3 വർഷം, OBC NCL ആണെങ്കിൽ 3 വർഷം, SC/ST ആണെങ്കിൽ 5 വർഷം, PWD ആണെങ്കിൽ 10 വർഷം വരെയൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് പേ ലെവലോട് കാണാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും തന്നെയാണ് ഉണ്ടായിരിക്കുക. അതുപോലെ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സെയിം പൊസിഷൻ ടെക്നിക്കൽ ഓഫീസർ SC എന്ന് പറയുന്ന 1,31,100 മുതൽ 2,16,600 എന്ന് പറയുന്ന സ്കെയിലിലേക്ക് വരെ നിങ്ങൾക്ക് എന്താണ് പ്രൊമോഷനിലൂടെ എത്താൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ സർവീസിലൂടെ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങൾക്ക് PYQs ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. GeoC Vigilant നമ്മുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ വരും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഹോം പേജാണ് ഇവിടെ കാണാൻ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ്, അതുപോലെ കേരള ജോബ്സിലൊക്കെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം ISRO VSSC റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് 83 ടെക്നിക്കൽ ആൻഡ് ലൈബ്രറി അസിസ്റ്റൻറ്റ് പോസ്റ്റ് എന്നാണ് ഇവിടെ കാണാം. ഇതാണ് പോസ്റ്റ്. ഇത് നമ്മൾ ഓപ്പൺ ആക്കാം ജസ്റ്റ്. ഓക്കെ, അത് ഓപ്പൺ ആക്കി. ഇനി ഇതിവിടെ കണ്ടില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതില്ലെങ്കിൽ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഇതില്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ISRO എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏറ്റവും താഴെയായിട്ട് നോട്ടിഫിക്കേഷൻ. നമുക്കിപ്പോൾ നമ്മളിവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, അതായത് 31 മെയ് ടു 6 ജൂൺ വരെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആ ഒരു എന്താണ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. ഷോർട്ട് നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നത് ഉടനെ തന്നെ വരും. അതായത് ഏകദേശം നമുക്ക് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, അതിവിടെ പ്ലേസ് ചെയ്യുകയും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്യും. ഓക്കെ,
ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മുന്നോടിയായിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡിലേ ആക്കേണ്ട, ഉടനെ തന്നെ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് അവൈലബിൾ ആകാം ജൂൺ 4 മുതലാണ് ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോട്ടിഫിക്കേഷൻ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ അവിടെ അത് അപ്ഡേറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടാൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് വെബ്സൈറ്റ് എന്നാണ് ഇവിടെ കാണാൻ. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൻ്റെ നേരെയുള്ള ഭാഗം ഓപ്പൺ എന്ന് കൊടുക്കുക. നിങ്ങൾ അങ്ങനെ ഓപ്പൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ GOCL എഡ്യൂലാൻഡിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് നമുക്കൊരു ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അതില്ലാത്തവർ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഇവിടെ ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ, ഓക്കെ, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുത്ത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് പ്ലേ സ്റ്റോറിലേക്കുള്ള ലിങ്കാണ്. ഇനി പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് GOCL എഡ്യൂലാൻഡ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഇതാണ് അതിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ സിമ്പിൾ കണ്ടാൽ മനസ്സിലാവും. ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ വെബ്സൈറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഐഫോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുക. അതായത് ക്ലിക്ക് ചെയ്യാറുന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്ക് വരും. ഇത് അതിൻ്റെ ഒരു ഹോം പേജാണ്. ഇവിടെ നിങ്ങൾ മൈ കോഴ്സ് എന്നുള്ള ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്ന PYQs കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ISROയുടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് നിങ്ങളിവിടെ നോക്കണം കേട്ടോ. ഇതിൽ ടെക്നിക്കൽ ഇതൊക്കെ PYQ വിത്ത് ആൻസർ കീ ആണുള്ളത്. ഇതിൽ ടെസ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ പ്രാക്ടിക്കൽ ടെസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയതായിരുന്നു, പക്ഷേ എന്തൊക്കെ സമയം കുറവ് കൊണ്ടാണ് അത് ആഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് PDF ആയിട്ട് അവൈലബിൾ ആണ്. അതായത് PYQs നമ്മൾ ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ഒരു എക്സാമിനേഷൻ്റെ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്കീം മനസ്സിലാണ് നമ്മൾ PYQ തന്നെ എടുത്ത് പഠിക്കണം. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ ഒന്നും അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ PYQs നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ രീതിയിലോ അതല്ല നിങ്ങൾ വേറെ രീതിയിലോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു എക്സാമിനോ അത് നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഫ്രെയിം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ കാണാൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ്, അതുപോലെ ടെക്നിക്കൽ സിവിൽ, പിന്നെ അതുപോലെ മെക്കാനിക്കൽ, ഇങ്ങനെ കുറച്ചൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യാൻ കുറച്ചും പാടുണ്ട്. അത് നമ്മൾ മറ്റു ഡിസിപ്ലിൻ ഉണ്ട്, അത് ഞാൻ എന്ത് ചെയ്യാം ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ജോയിൻ ചെയ്താൽ ജസ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പാസ്വേഡ് ഒക്കെ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ചെറിയ എമൗണ്ട് സർവീസ് ചാർജ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അത് മാത്രമല്ല നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്തിട്ട് ഇതേ സെയിം സംഭവം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് എടുക്കാൻ പറ്റും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയലായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ഡീറ്റെയിൽഡ് ആഡ് ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്തായാലും ചെയ്യും. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോയും ചെയ്യാറുണ്ട്. ISROൻ്റെ ആയതുകൊണ്ട് കൂടുതൽ അപേക്ഷകൾ അതിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഓൺലൈനായിട്ട് നമ്മളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്